ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന് ഇന്ന് നമ്മോട് സംസാരിക്കാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കാം. ആ വചന ശുശ്രൂഷ നമുക്കേവർക്കും അനുഗ്രഹപ്രദമാകേണ്ടതിന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം ശ്രവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളിന്ന് അങ്ങയുടെ വചനമായി നിൽക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ആവശ്യമാകുന്ന ആലോചന അടിയങ്ങൾക്ക് നൽകണമേ. അത് ഞങ്ങൾ കേട്ട് ഏറ്റെടുത്ത് തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ സഹായിക്കണം. കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സംസാരിക്കുന്ന അടിയനെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് ഇന്ന് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാം. ദൈവം നമ്മോട് പറയുന്നത് അത് കേട്ട് അനുസരിക്കുവാൻ നമുക്ക് നല്ല തീരുമാനമെടുക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധന്മാർ ന്യായവിധിയെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് ന്യായവിധിയോടുള്ള സമീപനവും മനോഭാവവും എന്താണ്. ഹൗ ഡു ദ റൈച്ചസ് ഫീൽ അബൌട്ട് ദ ജഡ്ജ്മെൻറ്റ്. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 43-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. 43-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്താണ് നമ്മുടെ ചിന്താവിഷയം? വിശുദ്ധന്മാർക്ക് ന്യായവിധിയോടുള്ള സമീപനം എന്താണ്, അല്ലെങ്കിൽ അവരുടെ മനോഭാവം എന്താണ്? നമ്മൾ വായിച്ച വേദഭാഗം എന്തു പറയുന്നു? വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, എനിക്ക് ന്യായം പാലിച്ച് തരണമേ. എന്ന് വെച്ചാൽ ഇതുവരെയും ലോകത്തിൽ ആർക്കും അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നില്ല. മറിച്ച് അവരുടെ മേൽ ഒരുപാട് അന്യായങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവം നീതിമാന്മാരാക്കിയ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം? ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. ഭക്തികെട്ട ജാതികൾ എനിക്കെതിരെ വ്യവഹാരം നടത്തി എന്നെ അവർ അന്യായമായി പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ന്യായാധിപന്മാരോട്, ഈ ലോകത്തിലെ വ്യവഹാരം നടത്തുന്നവരോട് ആവശ്യപ്പെട്ടതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ എനിക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് വിശുദ്ധനായവൻ ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിൽ സംഗ്രഹിച്ച് അത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളവർ പറയുകയാണ്, ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. കാരണം എന്താണ് അവരങ്ങനെ പറയാൻ കാരണം? വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യരാണ് ഈ കാണുന്നതെല്ലാം. വഞ്ചനയും അനീതിയുമാണ്. എവിടെ നോക്കിയാലും വഞ്ചന. ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ദിനം പ്രതി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചതിയുടെ, വഞ്ചനയുടെ നിരന്തരമായ കാര്യങ്ങളല്ലേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അല്പമെങ്കിലും ന്യായവും നീതിയും മനസ്സിലുള്ളതായി ഓരോ മനുഷ്യനും അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, കാണുകയും ചെയ്യുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് എന്താണ്? അയ്യോ, ഈ ലോകത്തിന് എന്തു പറ്റി? എന്താണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുമോ? പച്ചയായ മനുഷ്യരോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? പച്ചയായ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന അനുഭവം, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ വഴി വലിച്ചെറിയുന്ന അനുഭവം, സാമ്പത്തികമായി വലിയ 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 നഷ്ടങ്ങൾ സംഭവിക്കുന്ന വിധത്തിൽ വഞ്ചന നടക്കുന്നതായ അനുഭവങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ വിശുദ്ധ ജനത്തിന്, ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ലോകത്തിലെ ന്യായാധിപന്മാരിൽ ഒരു വിശ്വാസവുമില്ല. കാരണം അവരൊക്കെ ഈ ന്യായാധിപ സ്ഥാനത്തിരുന്നിട്ടും
അവരൊക്കെ ഭരണകർത്താക്കന്മാരായി ഇരുന്നിട്ടും നടക്കുന്നത് ഈ അനീതിയാണെങ്കിൽ ഇതിനെതിരെ ന്യായം പാലിച്ചു തരാൻ അവരെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവർ സർവ്വലോകത്തിൻ്റെയും ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും നാഥനായ സകല ലോകത്തിൻ്റെയും നാഥനായ സുപ്രീം കോടതിയിലെ ജഡ്ജിനോട്, നമ്മുടെ എല്ലാവരുടെയും നീതിയായ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നതാണ്. പ്രിയമുള്ളവരെ, എത്രമാത്രം ദിനംതോറും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നീതിയോടെ നടന്ന് നേരോടെ നടക്കുന്ന നമുക്ക് അനീതിയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നതെങ്കിൽ നമുക്കും ഇങ്ങനെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനിടയാവണം. ഈ പ്രാർത്ഥന നിശ്ചയമായും നമ്മളെ ബലപ്പെടുത്തും, നമുക്ക് ധൈര്യം നൽകും, നമുക്ക് ഒരു ദിവസം നീതി ലഭിക്കും എന്നതായ ബോധം നമ്മളെ ഭരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സദൃശ്യവാക്യങ്ങൾ 21:15 വാക്യം പറയുന്നത്, ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന് സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വ്യവഹാരം നടത്തി ന്യായം പാലിച്ചു തരണമേ. കാരണം എന്താണ്? അങ്ങനെ ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന് സന്തോഷം. ഇതുവരെയും അവൻ അങ്ങനെ സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവൻ നോക്കുമ്പോൾ അവൻ ഈ ലോകത്തിൽ ഒരു ന്യായവും ലഭിക്കുന്നില്ല. എന്നാൽ ദൈവം അവന് ന്യായം പാലിച്ചു കൊടുക്കുമ്പോൾ അത് അവന് സന്തോഷം. എന്നാൽ ദൈവം അങ്ങനെ നീതിമാന്മാർക്ക് ന്യായം പ്രവർത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകുന്നെങ്കിൽ, നേരെ മറിച്ച് മറുഭാഗത്തുള്ളവർക്ക്, ദുഷ്ടന്മാർക്ക് അതെന്താണ്? ഭയങ്കരവുമാകുന്നു. അവർക്ക് അതിനു മുമ്പാകെ നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് വരെ അവരത് അനുഭവിച്ചിട്ടില്ല. ഇന്ന് വരെയും അവർ നീതിമാന്മാരുടെ നേരെ അന്യായം നടത്തി അവരങ്ങനെ പൊളയുകയായിരുന്നു, അനീതിയിൽ അങ്ങനെ പൊളഞ്ഞു ജീവിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദുഷ്ടന്മാർക്ക് അത് ഭയങ്കരമാകുന്നു. 26-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുമെങ്കിൽ മാത്രമേ അവന് പറയാൻ കഴിയത്തുള്ളൂ. എന്ത് പറയാൻ കഴിയത്തുള്ളൂ? എനിക്ക് ന്യായം പാലിച്ചു തരണമെന്ന്. നമ്മളുടെ അഡ്വക്കേറ്റ്, നമ്മുടെ ഡിഫൻസ് അറ്റേർണിയുടെ മുമ്പാകെ ആ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന നമ്മുടെ ഡിഫൻസ് അറ്റേർണി നമ്മളുടെ ജീവിതം നോക്കുമ്പോൾ, നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ ജീവിക്കുന്നവരെന്ന് പ്രഖ്യാപിച്ചതുപോലെ അല്ല നമ്മുടെ ജീവിത ഫലങ്ങൾ കാണുന്നതെങ്കിൽ, നമ്മൾക്ക് വേണ്ടി ആ അഡ്വക്കേറ്റിന്, ആ ഡിഫൻസ് അറ്റേർണിക്ക് നമുക്ക് വേണ്ടി വാദിക്കാൻ കഴിയത്തില്ല. മറിച്ച് നമ്മളും എവിടെ എണ്ണപ്പെടും? ദുഷ്ടന്മാരുടെ പേരിൽ കൂട്ടത്തിൽ എണ്ണപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നിഷ്കളങ്കതയിൽ നമ്മൾ നടക്കണം. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ അങ്ങനെ നടക്കുന്നവരായിരിക്കണം. അങ്ങനെ നടക്കുന്നതിൻ്റെ മാതൃക, അതിൻ്റെ സാക്ഷ്യം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ ആലയങ്ങളിൽ, നമ്മളെ കാണുന്നവരുടെ ഇടയിൽ, നമ്മളുമായി ഇടപെടുന്നവരുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു സാക്ഷ്യം ഉളവാക്കണം. അങ്ങനെ ഉളവാക്കിയാൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നീതിമാന്മാർ പറയുന്നത് അത് അവർ ഈ ന്യായവിധിയിൽ അല്ലെങ്കിൽ ന്യായവിസ്താരത്തിൽ ന്യായം പാലിക്കുന്നതിൽ അവർ സന്തോഷിക്കും എന്നതാണ്. എന്നാൽ ദുഷ്ടന്മാരുടെ അവസ്ഥ എന്താണ്? അവരെങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? 19-ാം സദൃശ്യവാക്യം 19 അതിൻ്റെ 28 എങ്ങനെയാണ് അവരതിനെ നോക്കിക്കാണുന്നത്? നിസ്സാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. എന്ത് ചെയ്യുന്നു? നിസ്സാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. അങ്ങനെ അകൃത്യം അവരുടെ കണ്ണിന് മുമ്പേ നടന്നിട്ടും അവരെന്ത് ചെയ്യുന്നു? അവരത് വിഴുങ്ങിയിട്ട് ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് നിസ്സാരമായ സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു. പ്രിയമുള്ളവരെ, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ശരിയായ പരിജ്ഞാനമുണ്ടായാൽ, നമ്മളത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് യാതൊരു വിധമായ ആശങ്കയും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ആ ന്യായവിധി നടന്നു കാണണമെന്നും അത് എത്രയും വേഗത്തിൽ നടക്കണമെന്നും നമ്മൾ പറയും. അതാണ് നമ്മൾ ഇപ്പോൾ വായിച്ചതായ വേദഭാഗമെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വേഗത്തിൽ എനിക്ക് ന്യായം നടത്തി തരണമേ. അങ്ങനെ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ശരിയായ ഗ്രാഹ്യമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ യഥാർത്ഥമായത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷേ ദുഷ്ടന്മാർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല.
അതുകൊണ്ടായിരിക്കാം അവർ എന്തു ചെയ്യുന്നത്, ദുഷ്ടന്മാരുടെ അകൃത്യത്തെ അവരെന്ത് ചെയ്യുന്നത്, വിഴുങ്ങിക്കളയുന്നത്. അകൃത്യമാണെന്ന് അറിഞ്ഞിട്ടും, നീതിമാൻ്റെ മേലെ അവർ അകൃത്യം നടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും എന്തു ചെയ്യുന്നില്ല, അവരൊരു പക്ഷേ ഈ ലോകത്തെ പേടിച്ചിട്ടോ, ലോകത്തിലെ ഭരണാധികാരികളെ പേടിച്ചിട്ടോ, ലോകത്തിലുള്ളതായ സ്വാധീന ശക്തികളുടെ സ്വാധീനത്തിൽ അവർ ഭയന്നിട്ടോ, അല്ലെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിയില്ല എന്ന് വിചാരിച്ചിട്ടോ അവരെന്ത് ചെയ്യുന്നു, ഈ സത്യത്തെ അവർ വിഴുങ്ങിക്കളയുകയും അകൃത്യം അവരുടെ മുമ്പാകെ നടന്നതിനെ അവർ സാക്ഷീകരിക്കാതെ ഇരിക്കുന്ന സാക്ഷികൾ ന്യായത്തെ പരിഹസിക്കുന്നു എന്ന് ആണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിച്ചത്. പ്രിയമുള്ളവരെ, 28-ാം സദൃശ്യവാക്യങ്ങൾ 28-ൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല. ആ വാക്യം ഒന്നുകൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ വാക്യം പറയുന്നത്? ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. നോക്കിക്കേ, എന്തൊരു സന്തോഷമുളവാക്കുന്ന, നമ്മളെയൊക്കെ എത്രമാത്രം ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ന്യായവിധി എന്ന് പറയുന്നത്. ദുഷ്ടന്മാർ എന്ത് ചെയ്യുന്നില്ല, ന്യായം തിരിച്ചറിയുന്നില്ല. അല്പം മുമ്പ് ഞാൻ പറഞ്ഞു, ന്യായവിധിയെക്കുറിച്ച് ശരിയായ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനോട് ഒരാശങ്കയും ആർക്കും ഉണ്ടാവുകയില്ല, അതിനെ ആരും എതിർക്കുകയില്ല, മറിച്ച് അതിനെ സ്വാഗതം ചെയ്യും. അത് നടക്കട്ടെ എന്ന് പറയും. അത് നടക്കുന്നത് സന്തോഷമാണ്, എത്രയും വേഗത്തിൽ അത് നടക്കട്ടെ എന്നായിരിക്കും അവർ പറയുക. എന്നാൽ നമ്മളിപ്പോൾ എന്താണ് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയത്? ദുഷ്ടന്മാർ എന്ത് ചെയ്യുന്നില്ല, ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. ആരാണിത് തിരിച്ചറിയുന്നത്? യഹോവയെ അന്വേഷിക്കുന്നവർ. യഹോവയെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്നവർ എന്ത് തിരിച്ചറിയുന്നു? ന്യായത്തെ തിരിച്ചറിയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാമെങ്കിൽ, ഇയ്യോബിൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, ഇയ്യോബുമായിട്ടുള്ളതായ ഒരു സംഭാഷണം, അല്ലെങ്കിൽ ദൈവവും ഇയ്യോബും തമ്മിലുള്ളതായ ഒരു വാദപ്രതിവാദങ്ങൾ നമ്മളവിടെ പരിശോധിക്കുമ്പോൾ ചോദിക്കുകയാണ്, നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നീ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? ദൈവം ന്യായം കൃത്യമായി കൃത്യസമയത്ത് ഇടപെട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്നാൽ ഇയ്യോബ് ചോദിക്കുകയാണ്, ഇയ്യോബിന് അങ്ങനെയല്ല എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ദൈവം ചോദിക്കുകയാണ്, നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ഞാൻ ശരിയായ സമയത്ത് ന്യായം പാലിക്കാഞ്ഞത് കൊണ്ടാണ്, എന്നിട്ട് നീ നിന്നെ തന്നെ നീതിമാനാക്കാൻ പോവുകയാണോ? അതിൻ്റെ അർത്ഥം, പ്രിയമുള്ളവരെ, നമ്മളെ നീതിമാക്കാൻ കഴിയുകയില്ല. നമ്മളെ നീതിമാനാക്കുന്നത് ക്രിസ്തുവാണ് നമ്മുടെ നീതി. എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്തു നമ്മൾ പാപികളായിരിക്കെ നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമാകുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്ന് നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരയാഗമായി നമ്മളെ നീതിയുടെ വസ്ത്രം, നീതിയുടെ ഉടുപ്പ് ധരിപ്പിച്ചു. അല്ലെങ്കിൽ നമ്മളൊക്കെ പാപികളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് നമ്മളിപ്പോൾ വായിച്ചത്? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ദൈവമാണ് നമ്മളെ നീതിമാനാക്കുന്നത്. നമുക്ക് നമ്മളെ നീതിമാനാക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, എൻ്റെ മകനെ പ്രബോധനം കേൾക്കുക, എൻ്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്ന് ഉണ്ടാക്കുന്നതിന് അവസാനമില്ല, അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ജനം അവിടങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും ദൈവത്തെ അനുസരിച്ച് പോരുന്ന ദൈവത്തിൻ്റെ സത്യ അന്വേഷികളും വിശ്വസ്തരുമായ ജനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരെയൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? അന്നത്തെ പിശാചിൻ്റെ സേന, അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെയുള്ളവർ, സാത്താൻ്റെ അനുകാരികൾ, അവർ എന്ത് ചെയ്തിരിക്കുന്നു? പലവിധമായ കൂട്ടുകെട്ടുണ്ടാക്കി, മത നേതാക്കന്മാരുമായി കൂട്ടുകെട്ടുണ്ടാക്കി, ഭരണാധികാരികളുമായി കൂട്ടുകെട്ടുണ്ടാക്കി, സത്യം അനുസരിക്കുന്നവരെയും സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവരെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും അനേക സത്യ അന്വേഷികളെ കൊല ചെയ്തതുമായ സംഭവത്തെ നമുക്കറിയാം. നമ്മൾ ഈ ഒരുപക്ഷെ ഡാർക്ക് ഏജസ്, ഇരുണ്ട യുഗം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ചരിത്രത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ് നടന്നത്? ആ 1260 വർഷം ഇരുണ്ട യുഗമായി ലോകത്ത് സാത്താൻ്റെ വിളയാട്ടം, സത്യം എങ്ങുമില്ല എന്ന് തോന്നുന്ന വിധത്തിൽ
സത്യത്തെ അങ്ങേയറ്റം നിലത്ത് ചവിട്ടിയിട്ട് കളഞ്ഞിരിക്കുന്നതായ ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നതായ ഒരു കാലഘട്ടമുണ്ട് പ്രിയമുള്ളവരെ. ആ കാലഘട്ടത്തിലും ദൈവത്തെ അന്വേഷിച്ച് നടന്നവർ, ദൈവത്തെ നമ്മളിപ്പോൾ വായിച്ചതുപോലെ എൻ്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക, പുസ്തകം ഓരോന്ന് ഉണ്ടാക്കുന്നതിന് അവസാനമില്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ ലോകത്ത് നോക്കാമെങ്കിൽ ഇന്നത്തെ ലോകത്ത് ദൈവവചനത്തെ തെറ്റായി പഠിപ്പിക്കുന്ന, ദൈവവചനത്തെ തെറ്റായി ഉപദേശിക്കുന്ന അനേക വീഡിയോസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ യൂട്യൂബിലും മറ്റ് ഫലങ്ങളിലും ഒന്നിന് പുറകെ ഒന്നായി, യൂട്യൂബിന് പുറകെ യൂട്യൂബായി, വീഡിയോസിന് പുറകെ വീഡിയോസായി. എന്താണ് വരുന്നതെല്ലാം? ദൈവവചനത്തിനെതിരായുള്ളതായ പഠിപ്പിക്കലുകൾ. ഒരുപാട് പുസ്തകങ്ങൾ ഒരുപക്ഷെ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞേക്കാം. എല്ലാം ദൈവവചനത്തെ തെറ്റായി, ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നതായ പുസ്തകങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി നോക്കുമ്പോൾ നമ്മൾ എന്താ വായിച്ചത്? പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് എന്തില്ല? അവസാനമില്ല. ഓരോന്ന് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വരികയാണ്. അതിനൊന്നും ഒരവസാനവുമില്ല. എന്നാൽ അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. അതുകൊണ്ട് ആ പുസ്തകങ്ങളുടെ പുറകെ പോയി അത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിച്ച് പോകേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ, അങ്ങനെ പഠിക്കാൻ പോയാൽ നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, എൻ്റെ മകനെ പ്രബോധനം കേൾക്കുക, ദൈവത്തിൻ്റെ പ്രമാണമനുസരിക്കുക, ദൈവം പ്രബോധിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുന്നത് കേൾക്കുക. ഇതാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് അഭികാമ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ജനം, യഹോവയെ അന്വേഷിക്കുന്നവർ എന്ത് ചെയ്യണം? സകലവും തിരിച്ചറിയണം. സഭാപ്രസംഗി ശലോമോൻ ഇങ്ങനെ പറയുകയാണ്, 12-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എന്താണ് പറയുന്നത്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. കാരണം എന്താ? ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഇതുകൊണ്ടാണ് ദുഷ്ടന്മാർ ന്യായവിധി ഇല്ല എന്ന് പറയുന്നത്. ഈ സഭാപ്രസംഗിക്കാരൻ പറയുകയാണ്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. പക്ഷെ അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചെന്താണ്? എല്ലാ പുസ്തകങ്ങൾ ഒന്നിന് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം വായിക്കാൻ പോയാൽ പ്രയോജനമൊന്നുമില്ല. അത് ശരീരത്തിൻ്റെ മനസ്സിനൊക്കെ ക്ഷീണം തളർത്തിക്കളയത്തതേ ഉള്ളൂ. പകരം എന്ത് ചെയ്യണം? അതിൻ്റെ എല്ലാം സാരം എന്താണ് അവരുദ്ദേശിക്കുന്നത്, അതിൻ്റെ ഹോൾ സമ്മറി എന്താണ്, അതിൻ്റെ സാരാംശം എന്താണ്, ആ സാരം മനസ്സിലാക്കുക. അത് ശരിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സാരം മനസ്സിലാക്കി തള്ളിക്കളയുക. പക്ഷേ നമുക്കെല്ലാവർക്കും ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, എല്ലാ മനുഷ്യരും അനുവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ഇതാണ് സകല മനുഷ്യർക്കും വേണ്ടുന്നത് എന്ന് ശലോമോൻ ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും സാരം മാത്രം കേൾക്കുക, എല്ലാത്തിൻ്റെയും പുറകെ പോകരുത്. സാരം മാത്രം കേൾക്കുക. പക്ഷേ എന്തിൽ തീരുമാനമെടുക്കണം? ദൈവത്തെ ഭയപ്പെടുവാൻ. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്നത് പോലെ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ട് പിടിക്കാൻ വരുന്ന പോലീസിനെ കണ്ട് പേടിക്കുന്നത് പോലെയുള്ള ആ ഭയമല്ല. ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്, ദൈവം നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ വീണ്ടെടുത്തവൻ, നമ്മളെ ചേർക്കാൻ വരുന്നവൻ. ആ ദൈവത്തിൻ്റെ അത്യുഗ്രമായ അല്ലെങ്കിൽ പരമമായ അധികാരത്തിന് മുമ്പാകെ, ആ സർവമായ ശക്തിക്ക് മുമ്പാകെ നമ്മൾ ഏതുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവുമാണ് ഈ വാക്കിൻ്റെ അർത്ഥം, ദൈവത്തെ ഭയപ്പെടുക എന്ന്. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുത്ത്, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ദൈവം പറഞ്ഞതുപോലെ ജീവിക്കുവാൻ തീരുമാനമെടുക്കണമെന്നാണ് ശലോമോൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താ പറഞ്ഞത്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. കാരണം ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പോൾ ഇന്ന് പലരും ചെയ്തതാരും അറിഞ്ഞിട്ടില്ല, അവൻ ചെയ്ത അന്യായങ്ങൾ ആരും കണ്ടിട്ടില്ല, അതൊക്കെ രഹസ്യമായിരിക്കുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ ആർത്ത് അട്ടഹസിച്ച് തിമിർത്ത് ജീവിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നവർക്കും അവസാനത്തിൽ
ദുഃഖിക്കേണ്ടി വരും. കാരണം ദൈവം എന്തു ചെയ്യുന്നു? സകല രഹസ്യങ്ങളുമായി ആ ചെയ്തിരിക്കുന്ന സകല രഹസ്യവും, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതൊന്നും രഹസ്യമല്ല. അവൻ നീതിമാൻ്റെ നേരെ കുറ്റം ചുമത്തിയതും നീതിമാൻ്റെ നേരെ അന്യായം പ്രവർത്തിച്ചതും അവനെ കുറ്റം ആരോപിച്ചതും എല്ലാം ദൈവം എന്തു ചെയ്തിട്ടുണ്ട്? തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും രഹസ്യമല്ല, സകലതും അവൻ്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായിരിക്കുകയാണ്. എന്നാൽ മനുഷ്യർക്കും ദൂതന്മാർക്കും അത് രഹസ്യമായിരുന്നിരിക്കാം. കാരണം ദൂതന്മാരും മനുഷ്യരും എന്ത് ചെയ്തിട്ടില്ല? മറ്റുള്ളവരുടെ ഹൃദയത്തെ വായിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കത് രഹസ്യമാണ്. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? സകല രഹസ്യവും ഇപ്പോൾ തുറന്നു വെക്കുകയാണ്. ഓരോരുത്തരുടെയും രഹസ്യ പ്രവർത്തികൾ, അവർ ചെയ്തത് നല്ലതാണോ തീയതാണോ എന്ന് പരിശോധിച്ചിട്ട് അതിന് തക്കവണ്ണം അവർക്ക് വിധി പ്രഖ്യാപിക്കാൻ, അവർക്ക് പ്രതിഫലം കൊടുക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലതാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അതൊരു സന്തോഷ വാർത്തയല്ലേ? അതുകൊണ്ടാണ് നീതിമാന്മാർ എന്ത് ചെയ്യുന്നത്? ന്യായവിധിയെ സ്വാഗതം ചെയ്യുന്നത്, ന്യായവിധിയിൽ അവർ സന്തോഷിക്കുന്നത്. കാരണം അവർക്കറിയാം അവരുടെ നല്ല പ്രവൃത്തികളെ, അവർ പൂർണ്ണന്മാരായി എന്നതുകൊണ്ടല്ല, അവർ പൂർണ്ണരായതുകൊണ്ടല്ല, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സംശയവുമില്ല. എന്നാൽ അവരുടെ തെറ്റുകൾ അവർ ഏറ്റുപറഞ്ഞതുകൊണ്ട് ദൈവം ക്ഷമിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കുകയും ആ തെറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞതുകൊണ്ട് ആ തെറ്റുകളൊക്കെ ദൈവം ക്ഷമിച്ചു എന്നുള്ളതായ ഉറപ്പ് അവർക്കുള്ളത് കൊണ്ടാണ് അവർ ന്യായവിധിയെ സ്വാഗതം ചെയ്യുന്നത്. എന്നാൽ ദുഷ്ടന്മാർ എന്ത് ചെയ്തിട്ടില്ല? അവർ തെറ്റിൻ്റെ പുറകെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലാതെ തെറ്റൊരിക്കലും തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടില്ല. ആ തെറ്റിനെ അവർ മൂടിവെക്കുകയാണ് ചെയ്തത്. ആ മൂടിവെച്ച തെറ്റും ആ രഹസ്യത്തിലിരിക്കുന്നതും എല്ലാം എന്ത് ചെയ്യുന്നു? ദൈവം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ വെളിപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ന്യായവിസ്താര സഭയിൽ നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ അതങ്ങനെ ഉണ്ടാകരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യായവിധി ഉണ്ട് എന്ന് ആരും വിശ്വസിക്കാതിരിക്കാനാണ് അവരെന്ത് ചെയ്യുന്നത്? പുസ്തകങ്ങളുടെ പുറകെ പുസ്തകങ്ങൾ എഴുതുന്നത്, വീഡിയോയുടെ പുറകെ വീഡിയോകൾ ചെയ്യുന്നത്, യൂട്യൂബിൻ്റെ പുറകെ യൂട്യൂബ് ഇറക്കി വിടുന്നത്. എന്തിനാണ്? ആരും വിശ്വസിക്കരുത്. ഒരു ദുരുപദേശം പരത്താൻ അവരാഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ദുരുപദേശം? അവർ പറയുന്നത് പരിശോധന ന്യായവിധി എന്നുണ്ട് എന്ന് പറയുന്നതാണ് ദുരുപദേശം. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി, ഒരു സംശയത്തിന് വകയില്ലാതെ പറയുന്നു, ദൈവം സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. അപ്പോൾ ന്യായവിസ്താരം ഇല്ലെന്ന് പറയുന്നതാണ് ദുരുപദേശം, അതുണ്ടെന്ന് പറയുന്നത് ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് പരിശോധിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്ന് വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ നിശ്ചയമായും ഈ ന്യായവിധി നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ശലോമോനോട് ചേർന്ന് നമുക്ക് വീണ്ടും പറയാം, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അത് നമുക്കും തിരഞ്ഞെടുക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെയും തീരുമാനം അതായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ആ ന്യായപ്രമാണത്തിൽ രാപ്പകൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാം. നമ്മളെ ദൈവകരങ്ങളിൽ അതിനായി സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മളെ അങ്ങനെ വഴി നടത്തുകയും ദുഷ്ടനായവൻ നമ്മുടെ മേൽ ചുമത്തിയതായ എല്ലാ അന്യായത്തിൻ്റെ മേലും നടക്കുന്നതായ ന്യായവിധി കണ്ട് സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരികയും ചെയ്യും. അതിനായി ആ അവസരത്തിന് വേണ്ടി ന്യായവിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചല്ലോ. വിശുദ്ധന്മാർക്ക് അതിനോടുള്ള മനോഭാവം എന്തെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ പിതാവേ. അതുകൊണ്ട് ഞങ്ങൾ കർത്താവേ ദൈവത്തെ ഭയപ്പെട്ട് അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ദുഷ്ടന്മാർക്ക് അങ്ങനെയല്ല, അവർ അതിനെ ഭയപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഒരിക്കൽ കൂടി ശോധന ചെയ്യുവാനും ഞങ്ങളുടെ പ്രവർത്തനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലതും ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഏവർക്കും നല്ല ദിവസം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.